ഹലോ ഗൈസ്, ഞാൻ ആക്ച്വലി ഡൽഹിയിലോട്ട് പോവാണ് എൻ്റെ ഒരു അഡ്മിഷൻ കാര്യത്തിന് വേണ്ടിയിട്ട്. എൻ്റെ നീണ്ട മുടിയുള്ള പട്ടിഷൊക്കെ കണ്ടായില്ലേ, നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി, ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി ക്യൂ നിൽക്കുകയാണ്. എന്തൊക്കെയോ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പെരും വില കാരണം എന്തോ വാങ്ങിച്ചു മടങ്ങി. അതിനുശേഷം നമ്മൾ ബസ്സിലൊക്കെ കയറി, ഫ്ലൈറ്റ് എന്ന് എൻ്റെ ഒരു ഫ്ലൈറ്റൊക്കെ കണ്ടില്ലേ ഫ്ലൈറ്റൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവസാനം നമ്മൾ ഡൽഹി എത്തി ഗൈസ്. ഷോയ്ക്ക് മാത്രം ഒരു കുറവില്ല, ചേട്ടൻ്റെ ഓടിപ്പോൾ ഞാൻ ചത്തുപോയില്ലെന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഡിയർ ഫ്രണ്ട് നിധി. അവളുടെ നിൽക്കുന്ന സ്ഥലത്താണ്, സാക്കേത്തിലാണ് നിന്നത്. ഇൻ്റർവ്യൂവിലെ ടെൻഷനൊക്കെ എൻ്റെ മുഖത്ത് കാണാം. രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി കുട്ടപ്പിയായി ഞാൻ കോളേജിലോട്ട് പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ നിങ്ങൾ. അങ്ങനെ നമ്മൾ അവസാനം SPA ഡൽഹിയിലെത്തി. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ പരിപാടികളൊക്കെ ഉള്ളത്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജൻപത്തിൽ വന്നിട്ട് സാധനം വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു. എങ്ങനെയെങ്കിലും ശമ്പളമൊക്കെ തീർത്താൽ നമുക്ക് സന്തോഷമാവുള്ളൂ. ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് വെയിലൊക്കെ അടിച്ചിട്ട് ആരടിച്ചിരിക്കുന്ന എൻ്റെ ഒരു വർത്താനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വളരെ ആദർശകമായി കണ്ടെത്തിയൊരു സ്ഥലമാണ്. ശമ്പളം മൊത്തം ഞാൻ ഡൽഹി കളഞ്ഞിട്ടുണ്ട്. ജൻപത്ത് വരെ പോയതാണ്, വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടി. ഇനിയിപ്പോൾ ഒരാഴ്ച പട്ടിണി. ഭയങ്കര വെയിലാട്ടോ. പക്ഷെ ഇപ്പോൾ ആക്ച്വലി വെയിൽ കുറവുണ്ട്. 4 മണിയാവാറായി. 4 മണിയല്ല, 5 മണിയാവാറായി. അതിനുശേഷം നമ്മളോട് ചേച്ചിയുടെ മെഹന്തി വീഡിയോ എടുത്തു. പിന്നെ നമ്മളൊരു വള മാർക്കറ്റിലാണ് ചെന്നകപ്പെട്ടത്. കേസ് വള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വളകളും കാര്യങ്ങളും ഞാൻ ഏരിയയിലങ്ങ് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അത്ര വളയും സാധനങ്ങളും. നമുക്ക് വളയോടെ വള, വെറൈറ്റി വളകൾ. ഇങ്ങനത്തെ വള നമ്മൾ നാട്ടിൽ കിട്ടില്ല കേട്ടോ. കുപ്പിവളയിലൊക്കെ തന്നെ പലത്. അങ്ങനെ അവസാനം തെണ്ടി തിരിഞ്ഞ് നടന്ന അവസാനം ഞാൻ ഒരു മെട്രോ ഒക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി. കണ്ട് ഇതാണ് രാജീവ് ചൗക്ക് മെട്രോ. ഇവിടെ നിന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ തിരിച്ച് എയർപോർട്ടിലോട്ടുള്ളൊരു ജേണിയിലോട്ടാണ്. അങ്ങനെ നമ്മൾ എൻ്റെ നീണ്ട മുടിയൊക്കെ കുളിച്ചതിന് ശേഷം ചുരുണ്ടു. അങ്ങനെ അവസാനം നമ്മൾ തിരക്കുള്ള മെട്രോയിൽ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് മെട്രോ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം നമ്മൾ എയർപോർട്ടിലോട്ടുള്ള വഴിയിലോട്ട് ഓടിച്ചാടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എത്തും ഗൈസ്. ഹലോ ഗൈസ്, ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ കുളിച്ചു. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തതൊക്കെ അതിൻ്റെ വഴിക്ക് പോയി ഞാൻ ടെമ്പററി ബ്ലോ ഡ്രൈ ചെയ്തതാണ്. ഇപ്പോൾ എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ തിരിച്ച് ബാംഗ്ലൂർ പോവുക. 10 മണിക്ക് ആ ഫ്ലൈറ്റ്. ഇൻ്റർവ്യൂവിൻ്റെ ആ സമയത്ത് എനിക്ക് അവിടെ പെരിഞ്ഞ് നടന്നപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിവേ, അതൊക്കെയാണ് പരിപാടികൾ. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ ഇൻ ടു ദി ഡിപ്പാർച്ചർ. അങ്ങനെ ഡിപ്പാർച്ചർ പരിപാടികൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ബൈ.